മാഡം വീണ്ടും നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക്, കുംഭമേളയിലേക്ക് തന്നെ ഞാൻ വീണ്ടും പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എത്ര പറഞ്ഞാലും മതിയാവില്ല. അതെ, അപ്പോൾ അതൊരു അനുഭവമായത് ഭയങ്കര അനുഭവം. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന BJP എന്ന പാർട്ടിയുടെ മേളയാണെന്നൊക്കെ മുഖ്യധാര മാധ്യമങ്ങളിലെ ഇസം മനസ്സിൽ സൂക്ഷിക്കുന്ന ചില പുതിയ പത്രപ്രവർത്തകർ, മാഡത്തിൻ്റെ കാലത്തുള്ളവരെന്നല്ല, മാഡത്തെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ളവർ, അവർ ഇസം കണ്ടുപിടിച്ച് പറഞ്ഞ രീതിയിലാണ് അവരുടെ സംസാരമൊക്കെ. അതെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഇതിനകത്ത് ഒരു വിഷയം എനിക്കുണ്ടാകുന്നത്, ജോസഫ് സാറ്, നമ്മുടെ ഈ പറയുന്ന അതെ ജോസഫ് സാറ് ഇത്തരത്തിൽ ഈ സുഡാപ്പികൾ എന്നിപ്പോൾ നമ്മുടെ ഭാഷയിൽ, സാമൂഹ്യ മാധ്യമ ഭാഷകൾ പറയുന്ന തീവ്രവാദികൾ കൈവെട്ടിയ ജോസഫ് സാർ കുംഭമേളയ്ക്ക് ഉണ്ടായിരുന്നു. അതിവിടെ ഈ കേരളത്തിൽ ആരും തന്നെ അങ്ങനെ അറിഞ്ഞില്ല, അറിയിക്കാൻ സമ്മതിക്കില്ലല്ലോ. അതെ, ഞങ്ങളാണത്, നമ്മളെ മറ്റ് പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലും അധികം വന്നില്ല, നമ്മളാണത് പുറത്തുവിട്ടത്. മാഡം, ജോസഫ് സാർ ഒരു ഉദാഹരണം മാത്രമല്ല, അതായത് സമൂഹത്തിൽ തനിക്കാരുമില്ല ഇത്തരത്തിൽ മത തീവ്രവാദികളുടെ വേട്ടയാടൽ ഉണ്ടാകുന്ന നിരവധി മുസ്ലിം സഹോദരങ്ങളുമുണ്ട്. അപ്പോൾ ജോസഫ് സാർ ഒരു ഉദാഹരണം, പിന്നെ നിരവധി മുസ്ലിം സ്ത്രീകൾ ഒക്കെ ഇതിൽ, നമ്മുടെ ജയരാജൻ സഖാവിന്റെ മകൻ പോയി CPM എന്ന് പറയുന്ന പാർട്ടിയുടെ CC മെമ്പറുടെ മകൻ എന്നിട്ട് തൃശൂലത്തിന്റെ കുറിയൊക്കെ ഇട്ട് ചന്ദനത്തിന്റെ മോളെ മേലെ കുറിയൊക്കെ ഇട്ട് അങ്ങനെ സുമുഖനായി മേഡം, എനിക്ക് ചോദിക്കാനുള്ളത്, ജോസഫ് സാറിൽ തന്നെ ഞാൻ വീണ്ടും വരികയാണ്. ഇത്തരത്തിൽ ജോസഫ് സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഈ BJP, അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ആക്ഷൻ എടുക്കുവോ CPM? എന്തിനാണ്? ജയരാജ് സഖാവിന്റെ ഞങ്ങൾ ചോദിച്ചു, അവര് അത് തമാശ രൂപേണ തള്ളിയതായിട്ടൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന വാർത്ത. അപ്പൊ അവർക്ക് എന്തും ചെയ്യാം. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിന്റെ ഭാര്യ സ്ഥിരമായിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ഇപ്പുറത്തുള്ള അമ്പലമുണ്ടല്ലോ, അവിടെ പൂമൂടലും കാര്യങ്ങളും അല്ല, അവിടെ തന്നെ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല, എപ്പോഴും പോകുന്ന ഒന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സഖാക്കന്മാരുടെ കുടുംബത്തിന് എവിടെയും പോവാം, പക്ഷെ സഖാവായിട്ട് നിൽക്കട്ടോ. അല്ല, ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അമ്പലങ്ങളില് അമ്പല കമ്മിറ്റികളിൽ ഒക്കെ CPM സഖാക്കൾ മെമ്പർ ആകണം. കാര്യം അവർക്ക് വോട്ട് കിട്ടണമല്ലോ. അതറിഞ്ഞില്ലേ, എന്റെ ഡിവിഷനിലെ എറണാകുളത്ത് അമ്പലത്തിലെ DYFI സഖാവാണ് ദേവസ്വം ഓഫീസർ. അയാൾ പറഞ്ഞു ഞാൻ കയറാൻ പാടില്ലാന്ന്, അവിടെ കളിച്ച് വളർന്ന് പിച്ച് വെച്ച് നടന്ന എഴുത്തിനിരുത്തിയ സ്ഥലത്ത് ഞാൻ കയറാൻ പാടില്ല. അർത്ഥത്തിലല്ല പറയുന്നത്, ക്രിസ്ത്യൻസായ MP-ക്കും MLA-ക്കും സീറ്റുണ്ട്, ദൈവമില്ല എന്ന് പറയുന്ന രാജീവ് മന്ത്രിക്കും മേയറിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM-കാർക്ക് സീറ്റുണ്ട്. പക്ഷേ ദൈവമുണ്ട് എന്ന് ഉറക്കെ പറയുന്ന BJP-യുടെ ഡിവിഷൻ കൗൺസിലർ കയറിപ്പോയത് ഉത്സവകാലത്തെന്നാണ് പറഞ്ഞത്. DYFI നേതാവാണ് അവിടുത്തെ എറണാകുളത്തെ ദേവസ്വം ബോർഡ് ഓഫീസർ. ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര പ്രശ്നമായി. സാർ എന്തോ ജോസഫ് സാർ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ആ വിഷയത്തിലേക്കൊന്നും വഴിമാറി പോകുന്നില്ല, നമുക്കത് വരാൻ വേണം, നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് എൻ്റെ സംശയം, ഇത്തരത്തിൽ ജോസഫ് സാറ് പങ്കെടുത്തു, രാഷ്ട്രീയപരമായിട്ട് എതിർചേരി നിൽക്കുന്ന EP-യുടെ മകൻ, പിന്നെ നിരവധി സ്ത്രീകൾ ഒക്കെ പങ്കെടുത്തു. മാഡം, ജോസഫ് സാർ പങ്കെടുത്തതിൽ ഒരു വലിയ അർത്ഥമില്ലേ? മാഡത്തിന് എന്തായാലും പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ജോസഫ് സാറിൻ്റെ അടുത്ത് നല്ല കോൺടാക്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി, എന്തുകൊണ്ട് BJP-യിലേക്ക് താങ്കൾക്ക് വന്നുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നല്ല മനസ്സോടെ BJP-യിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട്, ഞാൻ അതിന് ഒരുക്കവുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോയ കാര്യമാണ്, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കാക്കാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്, എന്നെ മൈനോറിറ്റി മോർച്ചയിലേക്ക് എടുക്കരുത്, അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഒരു തസ്തികയിലേക്ക് എടുക്കരുത്. അങ്ങനെ ഒരു ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷം എന്നൊരു പക്ഷമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളെല്ലാവരും, ഞാൻ ക്രിസ്ത്യനാണ്, എൻ്റെ അടുത്ത സുഹൃത്തൊരു മുസ്ലിമാണ്, പത്മജ എന്നെ വിളിച്ച് എപ്പോഴും ഒരു അനീതിയെ പോലെ സംസാരിക്കുന്നു, എനിക്ക് എൻ്റെ ഒരു അനീതി എന്നേ തോന്നിയിട്ടുള്ളൂ. അപ്പം ന്യൂനപക്ഷം എന്ന് പറയുന്ന BJP-യുടെ ഇതിലേക്ക് അല്ലെങ്കിൽ വേറെ എന്തിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. BJP എന്ന മെയിൻ പാർട്ടിയിലേക്ക് വരാനായിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, അതിൻ്റെ അനുഭാവി തന്നെയാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. ഇനി ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ പോലും അദ്ദേഹത്തിന് അവിടെ പോയിട്ട്
ഈ ഒരു സ്നാനം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, ഇഫ്താറിന് എത്രണ്ണത്തിന് നമ്മൾ പോകുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു എന്താ പറയുക, ദൈവം തന്നെ ഒരു അവസരമായിട്ട് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ പലരെയും കണ്ട് തട്ടമിട്ട സ്ത്രീകളൊക്കെ അവിടെ വരുന്നു. നിരവധി പേരുണ്ടായിരുന്നു പങ്കെടുത്ത മലയാളികളായ ചില സ്ത്രീകളെയൊക്കെ ഇവിടെ സുഡാപ്പികളും അല്ലാതെയും ഒക്കെ. അത് മലപ്പുറത്തൊരു സ്ത്രീയുടെ ഒരു ഫോൺ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടു. അവരുടെ കുടുംബത്തിന്, അതായത് അവരുടെ അച്ഛനോ അവരുടെ കുടുംബത്തിലോ ആർക്കും അതിനൊരു എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ ബന്ധുക്കളായ സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞതായിട്ട് ആ മഹതി പറയുന്നത്. ഞാനത് ഒരു വീഡിയോ ഞാനത് കേട്ടു. നമ്മളിത് ഇവിടെ ചർച്ചയ്ക്ക് നമ്മളോട് സംസാരിക്കാനിരുന്നായിരുന്നു. അപ്പോൾ മാഡം, ഇതിനകത്ത് അവർ നടത്തുന്ന സംഭവങ്ങളിലേക്ക് മറ്റു ജാതിക്കാർക്ക് പോകുന്നതിലൊന്നും വിഷയമില്ല. പക്ഷെ ഞാൻ ജാതിയും മതവും അവർ ഇവർ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു ഏച്ചുകെട്ടി ഉണ്ടാക്കുന്ന ഒരു ബഹളമല്ലേ? തീർച്ചയായിട്ടും. എത്ര സമാധാനത്തോടെ ഇവിടെ നമ്മുടെ ക്യാമറാമാൻ ഉൾപ്പെടെ ഇരിക്കുന്നു. നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഈ സഹോദരിമാർക്ക് ആരും തന്നെ തട്ടത്തിൻ മറയത്തെ പെൺകുട്ടികളായിരുന്നില്ല. കോളേജ് കാലത്ത് മാഡം ഏതാണ്ട് 83 ആയിരുന്നു എന്റെ ബാച്ച്. 83, 84 ആവട്ടെ, ആ കോളേജ് കാലത്ത്, പഠനകാലത്ത് മാഡത്തിനൊന്നും മനസ്സിൽ അങ്ങനെ ഒരു ചാതുർവർണ്ണയം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇല്ല. അവിടെയുള്ള മുസ്ലിം ജൂനിയർ ആയ ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ കാലഘട്ടത്തിൽ ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ മതത്തിന്റെ അതിതീവ്രത ഇപ്പോഴും ഇവർക്ക് മനസ്സിലായുള്ളൂ? 83 ഈ പെൺകുട്ടികൾ കോളേജിലേക്ക് ഞങ്ങളെപ്പോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ സ്കേർട്ടും ബ്ലൗസും ഇട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ ഈ മതത്തിൽ ഇങ്ങനെയാണ്, മുഖം മൂടണം, കണ്ണ് മാത്രമേ കാണിക്കാവുന്നൊന്നും മതപണ്ഡിതന്മാർക്ക് അറിയില്ലായിരുന്നു. അപ്പം അതായത് ഈ മതത്തിന് 40 വർഷത്തെ ഒരു പാരമ്പര്യമേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ട് എന്നെ കൊല്ലാനും വെട്ടാനൊന്നും വരരുത്. എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എത്രയോ പുരാണമായ മതമാണ്. അപ്പൊ ഇപ്പോഴാണോ അതിന്റെ അതിതീവ്ര സ്വഭാവം? അത് 40 വർഷമേ ആയിട്ടുള്ളൂ. 83 ഞാൻ പാസ് ഔട്ട് ചെയ്യുമ്പോൾ പോലും ഇങ്ങനെയില്ല. അന്നൊന്നുമല്ല മാഡം, അന്ന് മാഡത്തിനേക്കാളൊക്കെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങളൊക്കെ. നമുക്കൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നിപ്പോ ഒരു 5 വയസ്സായ ഒരു കൊച്ചു പെൺകുട്ടി, ആ കുട്ടിയെ ഈ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് നടക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഭംഗിയായി വസ്ത്രം ധരിച്ച് നടക്കുന്ന കൊച്ചു പെൺകുട്ടികൾ, അവരൊരു പ്രായം കഴിയുമ്പോൾ ഈ തട്ടത്തിൻ മറയത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും. അപ്പോൾ മാഡം, നമ്മൾ ജോസഫ് സാറിലേക്ക് തന്നെ വീണ്ടും നമുക്കൊന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഭാഷയിൽ മതതീവ്രവാദികൾ എന്നല്ല, ഈ സുഡാപ്പികൾ കൂടെ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയവരാണ് വരില്ല. അപ്പോൾ അവരൊക്കെ തന്നെ ഒരു വേള അന്താളിച്ചിരിക്കുകയാണ്. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ സംരക്ഷണം തേടിയിരിക്കുന്നത് ഈ BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും അവർ പേടിക്കേണ്ടതല്ലേ? സംരക്ഷണമല്ല നമുക്കിവിടെ തരുന്നത്. അതുമല്ല, ഞാൻ പറഞ്ഞു വരാം. എന്താണ് BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും, ഇവിടെ വോട്ടേഴ്സ് ഐഡിയുള്ള എല്ലാവരെയും തന്നെ ഞങ്ങൾ 2 കൈ നീട്ടിയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇത് ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല, ഭാരതീയ മുസ്ലിം പാർട്ടിയല്ല, ഭാരതീയ ക്രിസ്ത്യൻ പാർട്ടിയല്ല, ഭാരതീയ ജനതാ പാർട്ടിയിലേക്കാണ് ജോസഫ് മാസ്റ്റർ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം വരാനായിട്ട് വ്യക്തി, അദ്ദേഹം ശരിക്കും ഒരു വേള അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തകർന്നു പോയതാണ്. തീർച്ചയായിട്ടും. ഭാര്യ ആത്മഹത്യ ചെയ്തു. എന്താ തെറ്റ് ചെയ്തത്? അദ്ദേഹത്തിന്റെ സമുദായം, അദ്ദേഹത്തിന്റെ പിതൃക്കൾ, അദ്ദേഹം ഉണ്ടായിരുന്ന സമുദായം തന്നെ ചുരുക്കത്തിൽ പറയാം. ആ സമുദായം അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്താ പറയാ, ഒരു പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാണ്. ഞാൻ സെൻട്രൽ ഗവൺമെന്റ് നോമിനി ടു കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡായിരുന്നു. അപ്പോൾ പല ശിശുക്ഷേമ ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ നടത്തുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഒരു ദിവസം ഞാനൊരു വലിയ സ്ഥാപനത്തിൻ്റെ മേലധികാരിയായിട്ട് സംസാരിക്കും. വളരെ പ്രായമായ വൈദികനാണ്, വലിയൊരു പട്ടത്തിലിരിക്കുന്ന ആളാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, പത്മജ, ഇവിടെ എന്താണ് നടക്കുന്നത്? ഞങ്ങൾക്ക് പേടിയാവുന്നു. ഞങ്ങളുടെ എത്രയോ കുട്ടികൾ ലവ് ജിഹാദിൽ കുടുങ്ങിയിട്ട് പോയിരിക്കുന്നു. ഒരു ബിഷപ്പ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ഇതായി. നിങ്ങളുടെ ഒരു പെൺകുട്ടി പോകുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കര സടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ കുട്ടി ലവ് ജിഹാദിൽ, നിങ്ങളുടെ ഹിന്ദുക്കളുടേതാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് അത് പറയാൻ പേടിയാണ്. ഇപ്പോൾ 1991 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് 2021 സായുധ വിപ്ലവത്തിനൊരു കോപ്പ് കൂട്ടുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? 18% ലാൻഡ് ഹിന്ദുക്കളുടെ കയ്യിലുള്ളൂ. നിങ്ങളിപ്പോൾ വന്നിട്ട് 48%, 52% ഉള്ളൂ. പോയാൽ അത്ര
ക്ഷേത്രതലയിലേ പോവുള്ളൂ. പക്ഷെ നിങ്ങളെ സംരക്ഷിക്കാൻ RSS എന്നൊരു സംഘടന, അദ്ദേഹം പറഞ്ഞതാണ്, RSS എന്നൊരു സംഘടനയുണ്ട്, ഞങ്ങൾക്കതില്ല. ആ RSS എന്നൊരു സംഘടന നിൽക്കുന്നത് കൊണ്ടാണ് പത്മജയുടെയും എൻ്റെയും ഒക്കെ തല കഴുത്തിന് മുകളിൽ ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു സമാധാനത്തിനും ഒരു ധൈര്യത്തിനും വേണ്ടി എനിക്ക് BJPയിൽ അംഗത്വം എടുക്കണം. ആരും അറിയാനും പാടില്ല. എന്ത് ചെയ്യും? മിസ് കോൾ അടിക്കാൻ ഫാദറെ ഞാൻ പറഞ്ഞു. എന്നെ മുമ്പിലിരുത്തി അദ്ദേഹം മിസ് കോൾ അടിച്ച് BJP മെമ്പർഷിപ്പ് അദ്ദേഹത്തിന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി എന്നാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ ജോസഫ് മാഷ് പിന്നെ അതിൽ BJPയിൽ ഒരു സംരക്ഷണം നേടുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞ് ഈ മതതീവ്രവാദം വിളമ്പുന്നവരെ കൂടെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പലത് ധരിക്കുന്നതിൽ മാഡം പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഇവർക്ക് ഈ ഉൾവിളിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടെ ഇങ്ങനെ ഗോഗോ ഈ തവള ഇരുന്ന് ചിലപ്പോൾ ഇരുന്ന് മാക്രി കോക്കോ എന്നൊക്കെ വിളിക്കുമല്ലോ വരുമ്പത്തിന്, അതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നവര് അല്ല. ഇത് കേൾക്കൂ, ആരും മറന്നുപോയിട്ടുണ്ടാവില്ല. അവലും മലരും കരുതിക്കോ, കുന്തരിക്കം കരുതിക്കോ, ഒരു കൊച്ചു കുഞ്ഞിനെ തലയിലേറ്റിട്ടാണ്. ആ കൊച്ചു കുഞ്ഞിന് അത് പലരിലും ഭീതി ഉണ്ടാക്കി. പല CPM പ്രവർത്തകരിലും ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിന് പോയപ്പോൾ അവരുടെ ലോക്കൽ ബോഡിയിൽ അംഗമായ അങ്ങോട്ട് നോക്കും കൂടെ ചെയ്യില്ലേ എന്നൊരു സഹപ്രവർത്തകർ പറഞ്ഞു. അപ്പോൾ അവർ എന്താ രാവിലെ തന്നെ മെമ്പറെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്, എന്താ ഇവിടെ കയറാത്തെ? ഞാൻ ചിരിച്ചു. വരൂ. അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ മരണം വരെ CPM അല്ലാണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വോട്ട് ചെയ്യില്ല, എൻ്റെ ഭാര്യയും മക്കളൊക്കെ എടുക്കൂട്ടോ. ഇടി ഇവിടെ വാ, അവരെയൊക്കെ കൊണ്ടുവന്നു, അവരൊക്കെ ചേർന്നു. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് അപ്പുറത്തെ ചേട്ടനെ താമസിക്കുന്നത്, അവിടെ പോയിക്കോളൂ. അദ്ദേഹവും വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല, പക്ഷെ ഞങ്ങൾ CPM വോട്ട് ചെയ്യില്ല ഇനി മുതൽ, അത് തീരുമാനിച്ചു. അവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നു. അപ്പോൾ CPM തന്നെ അനുഭാവികളായ പലരും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അപ്പോൾ എന്നിട്ട് ഒരു ഇതുണ്ടായിട്ടോ. ഞാനെപ്പോഴും തമാശയ്ക്ക് പറയും, കഴിഞ്ഞ തവണത്തെ ഓണക്കിറ്റിൽ അവലും മലരും കുന്തിരിക്കയും ഒക്കെ ഗവൺമെൻറ് വയ്ക്കും, കടയിലൊന്നും അവൈലബിൾ അല്ല, കാരണം എല്ലാവരും മേടിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഫലത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ജോസഫ് മാഷിൽ തുടങ്ങി നമ്മുടെ സംസാരം ഇങ്ങനെ നമ്മൾ അല്പം ഒന്ന് നീണ്ടു വരികയാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അവർ ഇപ്പോൾ SDPA നിർത്തലാക്കാനുള്ള, അതായത് ഏതാണ്ട് PFA കഴിഞ്ഞു, അതിപ്പോൾ അടുത്ത SDPAയിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ ശക്തമായ കേന്ദ്രം ഭരണം അമിത്ഷാജിയുടെ റഡാറിലാണ് കേരളം എന്ന് പറഞ്ഞ BJP കേരളമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ മനസമാധാനവും നല്ല ജീവിതവും നല്ല മുന്നോട്ടുള്ള പ്രയാണവും അമിത്ഷാജിയുടെ ഡയറക്റ്റ് റഡാറിലാണെന്നാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ SDPA മിക്കവാറും പൂട്ടും എന്ന രീതിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അല്ലേ? SDPA മിക്കവാറും അവരെ PFA നിയന്ത്രിച്ച പോലെ SDPAയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പോകും. അവരുടെ ഒരു പ്രമുഖനായ ഒരു നേതാവിനെ കഴിഞ്ഞ ദിവസം അകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാഡം അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല. ഏതായാലും ഇത് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ജോസഫ് സാറിന് സംരക്ഷണം കൊടുത്തത് ഒരു പ്രതീകമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. BJPയിലുള്ള സാധാരണക്കാരൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനം പ്രതീകമാണിത്. ഞാൻ UPയിലായിരുന്നപ്പോൾ UPയിലെ ചാർജ് പോയതാണ്. മുസ്ലിം തട്ടമിട്ട പെൺകുട്ടികൾ യോഗിജിയെ കാണുന്നത് അവതാര പുരുഷനായിട്ടാണ്. അവർ പറയുന്നത് മുത്തലാക്കുന്ന ഇപ്പം ഞാൻ നമുക്കൊരു മുത്തലാക്ക് വന്നു കേരളത്തിൽ. ഞങ്ങൾക്ക് യാതൊരു തരത്തിലെ ബഹുമാനമോ ഒന്നുമില്ലാത്തതിൽ നിന്ന് ഞങ്ങൾക്ക് ആത്മാഭിമാനമുള്ള സ്ത്രീകളാക്കി മാറ്റിയത് യോഗിജിയാണ്. അവതാര പുരുഷ ഹേ, അമാര ഭയ്യ ഹേ എന്നാണ് അവിടെയുള്ള UPയിലുള്ള മുസ്ലിം സ്ത്രീകൾ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ജോസഫ് മാഷിൽ തുടങ്ങിയ സംസാരം ഇത്തരത്തിൽ ഇപ്പോൾ യോഗിജിയെ കുറിച്ച് പറഞ്ഞു, യോഗി ആദിത്യനാഥിനെ കുറിച്ച് പറഞ്ഞു. ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് കൂടെ കിട്ടിയിട്ടാണ് BJP ഭരണത്തിൽ വന്നത് എന്നുള്ളത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെ ഒരു വേർതിരിച്ച് കാണുന്ന ഒരു കണ്ണ് അവർക്ക് ഇല്ല എന്നുള്ളത് ഈ പറയുന്ന അവർക്ക് വേണ്ടി പറയുന്നു എന്ന് കപടത കാണിക്കുന്നവർ അറിഞ്ഞിരുന്നാൽ, അല്ലെ അറിയാം അവർക്ക്, എന്നാലും അത് അറിയിച്ചുകൊണ്ട് തന്നെയായിരിക്കും മേലോട്ടുള്ള തുടർന്നങ്ങോട്ടുള്ള പോക്ക് എന്ന് കൂടെയാണ് തീർച്ചയായിട്ടും BJPക്ക് പറയാനുള്ളത്. തീർച്ചയായും എല്ലാവരും ചേർത്ത് പിടിക്കും. സ്വാഗതം, സുസ്വാഗതം. ലെറ്റ് us rebuild the nation എന്നാ പറയുന്നത്. താങ്ക് യു മാഡം.